നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി എം മണിയുടെയും ഇ.പി. ജയരാജൻ്റെയും ഒക്കെ വെപ്രാളം കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. ഇരു മന്ത്രിമാരുടെയും ഓഫീസ് മറിച്ചിട്ട് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഫയലുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, തങ്ങളുടെ വകുപ്പുകളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന ആശങ്ക ഇരുവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരോട് വകുപ്പുകളിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിലും കൈകാര്യം ചെയ്ത ഫയലുകളൊക്കെ വീണ്ടും പരിശോധിക്കാൻ ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു പരിശോധന പെട്ടെന്ന് നടത്താൻ ചില കാരണങ്ങളുണ്ട്. എം മണിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഇലക്ട്രിസിറ്റി യൂണിയൻ നേതാക്കളാണ്. അതുപോലെ ഇ.പി. ജയരാജൻ്റെ ഓഫീസിലും ചില അവതാരങ്ങളുണ്ട്. അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇ.പിയുടെ ഓഫീസും. ഇ.പി. പരമാവധി ശ്രമിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഏകദേശമെങ്കിലും ഒന്നറിയാൻ. പക്ഷേ ഒരു രക്ഷയുമില്ല. മണിയുടെയും അവസ്ഥ സമാനമാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മണിയുടെ ഏറ്റവും വിശ്വസ്തനായ തൊടുപുഴക്കാരനൊരു വക്കീൽ വിൽസനെ തൻ്റെ ഓഫീസിലിരുത്തി യൂണിയൻകാരുടെ ഈ മേധാവിത്വത്തിന് ഒരു കടിഞ്ഞാണിടാൻ ശ്രമിച്ചിരിക്കുകയാണ് മണി. മിക്ക മന്ത്രിമാരുടെയും ഓഫീസുകളിൽ ഇത്തരത്തിൽ അവതാരങ്ങൾ ഇപ്പോൾ ജന്മമെടുത്തിട്ടുണ്ട്. ഈ അവതാരങ്ങളുടെ കയ്യിലാണ് ഓഫീസിന്റെ നിയന്ത്രണവും വകുപ്പിന്റെ നിയന്ത്രണങ്ങളുമൊക്കെ. മന്ത്രിമാർക്ക് കാര്യമായ റോളില്ല. അതിന് എക്സൈസ് മന്ത്രിക്കാണെങ്കിലും സമാനമാണ് അനുഭവം. പുറത്തുനിന്നുള്ള അവതാരങ്ങളെയൊക്കെ പരമാവധി തടയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ടേ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോട് പറഞ്ഞിരുന്നു. എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിനോട് കർശനമായി ഈ നിർദ്ദേശം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അവതാരങ്ങളൊക്കെ ഉള്ളിലായി. 20 മന്ത്രിമാർക്കായി 480 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ. 2 വർഷം കഴിയുമ്പോൾ ഇവർക്ക് പൂർണ്ണ പെൻഷൻ കിട്ടും. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇവരത്രയും മാറിക്കൊടുത്ത് പുതിയ 480 അവതാരങ്ങൾ കൂടി ഈ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കയറിപ്പറ്റും. മറ്റു വകുപ്പുകളിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പേരിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നവർ വേറെയും ഒരു 200 പേരിലധികമുണ്ട്. ഇവർക്കത്രയും സുഗമമായി യാത്ര ചെയ്യാനൊക്കെയായി ഒരു 250ഓളം കാറുകളും ഉണ്ടാവും. ഈ മന്ത്രിസഭയുടെ കാലാവധി തീരുമ്പോൾ 900ഓളം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കാണ് ഇനി ആജീവനാന്ത പെൻഷൻ ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഉന്നത ബിരുദവും മറ്റടിസ്ഥാന യോഗ്യതയുമുള്ള നിരവധി പേർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലും PSCയിലുമൊക്കെ പേര് രജിസ്റ്റർ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. എം മണിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓഫീസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇലക്ട്രിസിറ്റി ബോർഡിലെ ചില യൂണിയൻ നേതാക്കൾക്കാണ്. അവരുടെ നോമിനികളാണ് ഈ ഓഫീസ് പൂർണ്ണമായി ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിക്ക് കാര്യമായ ഇടപെടലുകൾക്ക് അവിടെ സ്കോപ്പില്ല. ഒരു രക്ഷയുമില്ലാതെയാണ് മണി തൊടുപുഴക്കാരനായ വക്കീൽ വിൽസനെയും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ മുരളിയെയും തൻ്റെ ഓഫീസിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്. അവരുടെ ദൗത്യം ഒന്നേ ഉള്ളൂ: ആശാൻ വെട്ടിൽ വീഴരുത്. ആശാൻ വെട്ടിലാവാതിരിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും പയറ്റി അവരിരുവരും ഷീൽഡുമായി നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാർ എന്ന പേരിലാണ് പുറംവാതിലിലൂടെ യൂണിയൻകാരത്രയും അവിടെ കയറിപ്പറ്റിയത്. പൂർണ്ണ നിയന്ത്രണം യൂണിയൻ ഓഫീസിന്. എന്ത് ചെയ്യും പാവം മണി? എന്താണ് നടക്കുന്നതെന്നോ ഫയലുകളിൽ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്നോ എങ്ങനെ അറിയും? വിൽസണും മുരളിയുമൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു ചിത്രം മണിക്ക് കിട്ടുന്നു. എത്ര ശുദ്ധികലശം നടത്തിയിട്ടും ശുദ്ധിയാവാത്ത ഒരു ഓഫീസാണ് ഇ.പി. ജയരാജൻ്റേത്. ആദ്യം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജയചന്ദ്രനെ ഒന്ന് പറഞ്ഞുവിടേണ്ടി വന്നു ചില ബന്ധങ്ങളുടെയൊക്കെ പേരിൽ. പിന്നീട് സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സനീഷിനെയും ഏറ്റവും ഒടുവിൽ മാറ്റി. എന്നിട്ടും കാര്യമായ രക്ഷയൊന്നുമില്ല. ഓഫീസിന്റെ പൂർണ്ണ നിയന്ത്രണം ചില അവതാരങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ അവതാരങ്ങൾക്ക് മേൽ ഇ.പി. ജയരാജന് കാര്യമായ റോളൊന്നുമില്ല. ഇ.പി. ജയരാജന്റെ ഓഫീസ് ഭരിക്കുന്നത് പോലും കോറി മാഫിയയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ചില ബിരുദന്മാരുമാണെന്ന് പരക്കെയുള്ള സംസാരം. കരിമണൽ കരത്തയുടെ ചില അടുപ്പക്കാരും ഓഫീസിൽ കടന്നുകൂടിയിട്ടുണ്ടത്രേ. അതുകൊണ്ട് കൃത്യമായ മാഫിയയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇ.പിയുടെ ഓഫീസും. ഇതിന് വലിയ മുക്തിയൊന്നും അടുത്ത കാലത്ത് ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവരത്രയും കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഈ കോപ്രായത്തരങ്ങൾ കൊണ്ട് ഇനി വെട്ടിലാകാൻ പോകുന്നത് ഇ.പി. ജയരാജനും. അതുകൊണ്ട് തന്നെ മുഴുവൻ ഫയലുകളും അരിച്ചുപെറുക്കി പരിശോധിക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് വേണ്ടത്ര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇ.പി. ജയരാജൻ. വ്യവസായ വകുപ്പിൽ സൂപ്പർ മന്ത്രിയായി വിലസുന്ന ആർ രാധാകൃഷ്ണനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അതിരുകടന്നിരിക്കുന്നു. രാധാകൃഷ്ണൻ വ്യവസായ വകുപ്പിന് കീഴിലുള്ള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് സ്വന്തം സാമ്രാജ്യം പോലെ കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ആ വകുപ്പിൽ മറ്റാർക്കും ഇടപെടാൻ സ്വാതന്ത്ര്യമില്ലത്രേ. ഈ വകുപ്പിനെ കുറിച്ച് കാര്യമായ പിടിപാടൊന്നുമില്ലാത്ത ഇ.പി. ജയരാജൻ പൂർണ്ണമായി ഈ രാധാകൃഷ്ണനെ ആശ്രയിക്കുക മാത്രമേ മാർഗമുള്ളൂ.
ജില്ലാ ജിയോളജിസ്റ്റുകളുടെ സ്ഥലമാറ്റവും അവരുടെ പ്രമോഷൻ കാര്യങ്ങളും ഒക്കെ പൂർണ്ണമായും രാധാകൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ്. സ്വന്തക്കാരനും അടുപ്പക്കാരനുമായ ഒരു ജിയോളജിസ്റ്റിന് പ്രമോഷൻ കൊടുത്തത് കൂടുതൽ വിനയായിരിക്കുന്നു രാധാകൃഷ്ണന്. ഇതിന്റെ പേരിൽ ചില ഊമക്കത്തുകളൊക്കെ മന്ത്രിക്ക് ലഭിച്ചു. നിരവധി പരാതികളാണ് രാധാകൃഷ്ണനെതിരെ ഇപിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും രാധാകൃഷ്ണൻ ഒരു നിയോഗമുണ്ട് എന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ഇനി ഒഴിവ് വരുന്ന ഡയറക്ടറുടെ കസേരയിൽ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്വന്തക്കാരനെ ഒന്ന് പിടിച്ചിരുത്തണമത്രേ. ഇനി ഭരണം മാറിയാലും നിയന്ത്രണം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. മന്ത്രി അറിയാതെയാണ് രാധാകൃഷ്ണന്റെ പല കളികളുമെന്ന് മന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെ പറയുന്നു. എന്തായാലും ഇപിയുടെ പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ ഓരോ അവതാര ജന്മങ്ങളായി മാറിയിരിക്കുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ടാവും. ചിലപ്പോൾ അയാൾ പിയൂണാവും, അല്ലെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആകും, അല്ലെങ്കിൽ അതിലും താഴെ നിന്നുള്ള ആരെങ്കിലും ആകും. ചിലപ്പോൾ മണ്ഡലത്തിൽ നിന്നോ മറ്റു ചിലപ്പോൾ എന്തെങ്കിലും ബന്ധുത്വത്തിൻ്റെ പേരിലോ ഒക്കെ ആവും ഇത്തരം ആളുകൾ അവിടെ കുടിയേറുക. പിന്നെ ഇവരൊക്കെ ചില അവതാര ജന്മങ്ങളെടുക്കും. പിന്നീട് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും താൻ മന്ത്രിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന സൂപ്പർ മന്ത്രിയാണത്രേ. പിന്നീട് മന്ത്രിയുടെ അധികാരങ്ങളൊക്കെ ഇവർ സ്വയം അങ്ങ് ഏറ്റെടുക്കും. ഇവിടെയാണ് മന്ത്രിക്ക് പണി വരുന്നത്. പാർട്ടി നിയോഗിച്ച പല മാന്യന്മാരായ PS-മാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ നിസ്സംഗരായി ഇരിക്കുക മാത്രമേ ഇവർക്ക് മുന്നിൽ മാർഗമുള്ളൂ. അവർക്ക് കാര്യമായ റോൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഏത് ഫയൽ മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോഴും ഈ വിശ്വസ്തനോട് മന്ത്രി ഒരു സ്വകാര്യം ചോദിക്കലുണ്ടത്രേ. ഇത് ചെയ്യണോ വേണ്ടയോ? ഇയാളാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പിന്നെ PS-ന് എന്ത് റോൾ? പല മന്ത്രിമാരുടെ ഓഫീസിലും ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ പതിവത്രേ. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടത്തിനൊടുവിൽ ചില ജീവനക്കാരെ പറപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഇഷ്ടത്തിന് പല വകുപ്പുകളിലും താൽക്കാലിക നിയമനങ്ങളായി പലരും കയറിപ്പറ്റാറുണ്ടത്രേ. പല വകുപ്പ് മേലധ്യക്ഷന്മാരും ഇത്തരം അവതാരങ്ങൾക്ക് മുന്നിൽ വളരെ സ്വച്ഛതയോടെ പണിയെടുക്കും. തൻ്റെ സ്ഥാനം തെറിക്കരുത്, അത്രമാത്രമേ അവർ കരുതുന്നുള്ളൂ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. LDF സർക്കാരിൻ്റെ കീഴിലുള്ള മിക്ക മന്ത്രിമാരുടെ ഓഫീസുകളിലും പല അവതാരങ്ങളും ജന്മമെടുത്തു കഴിഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവും അവർക്ക് പ്രിയപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൻ സാമ്രാജ്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു പലരും. ഇപ്പോൾ എല്ലാവർക്കും പേടി മറ്റൊന്നാണ്. ശിവശങ്കർ പുറത്തായി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയത്തിൻ്റെ ദൃഷ്ടിയിലായി. അപ്പോൾ പിന്നെ ചെറു സാമ്രാജ്യങ്ങളായി വിലസുന്ന ഈ മന്ത്രിമാരുടെ ഓഫീസുകളൊക്കെ ഇപ്പോഴേക്കും മാധ്യമ സ്കാനിങ്ങിലേക്ക് വരും. അവിടുത്തെ കഥകളൊന്നായി ഇപ്പോൾ പുറത്തേക്ക് പരക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മൂട്ടിൽ തീ പിടിച്ച് ഇപിയും MM മണിയും ഒക്കെ പരക്കം പായുന്നതിൽ വലിയ അതിശയോക്തിയില്ല. ഓഫീസ് മറിച്ചിട്ട് പരിശോധനയിലാണ് അവർ ഇരുവരും. എന്തെങ്കിലും അബദ്ധം പറ്റിയോ, ഏതെങ്കിലും അവതാരങ്ങൾ എന്തെങ്കിലും പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ, എല്ലാം വിശദമായി കണ്ടുപിടിക്കാനാണ് ഇരുവരുടെയും തീരുമാനം. ഇനി എന്തൊക്കെ പുതിയ പുകലുകളാണാവോ പുറത്തേക്ക് വരിക? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.